ദൈവത്തിന്റെ ആത്മാവിൽ വിതയ്ക്കപ്പെട്ടൊരു വചനമേ. ഡോക്ടേഴ്സ് വിധി എഴുതി ഇനി രക്ഷപ്പെടത്തില്ല, മരിച്ചു പോകും, ഇനി വേണമെന്ന് പ്രാർത്ഥിച്ചോളാം പറയുമ്പോഴും ഈ ഡോക്ടേഴ്സ് വന്ന് പറയുന്ന മുറിക്കുള്ളില് ഒരു വചനം ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ട് കിടക്കാണ്. എന്റെ പ്രാണനെ ഞാൻ നിന്നിലേക്ക് നിവേശിപ്പിക്കും, നീ ജീവിക്കും. വചനത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും ഉള്ളവർക്കറിയാം, കർത്താവിന്റെ വചനം പരാജയപ്പെടത്തില്ല. വചനത്തെക്കുറിച്ചുള്ള അറിവുള്ളവർക്കറിയാം, ഈ കേട്ട് വിതയ്ക്കപ്പെട്ട എന്റെ പ്രാണനെ നിന്നിലേക്ക് നിവേശിപ്പിക്കുന്ന പറഞ്ഞ വചനത്തില് ജീവനുണ്ട്. വചനത്തെക്കുറിച്ച് അറിവ് അവബോധമുള്ളവർക്കറിയാം, ഈ വചനത്തിൽ ജീവനുണ്ട്. ഈ ജീവനുള്ള വചനത്തിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. അതിനെ കീഴടക്കാൻ ഇരുളിന് ഈ ലോകത്തിലെ ഏത് ഹോസ്പിറ്റലാണെങ്കിലും കഴിയില്ല. അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പരമമായ ശക്തി അത് ദൈവത്തിൻ്റെതാണ്, അത് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തി തരേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്.